ഒരിക്കൽ ഞാൻ എന്നെ ചലഞ്ച് ചെയ്തിട്ടുള്ള കുറേ ആളുകളുണ്ട്. ഞങ്ങൾ യു എസിൽ, എൻ്റെ പാരൻസ്, എൻ്റെ ഇൻലോസ് എല്ലാം യു എസിലാണ്. ഞാൻ അവിടെ ചെന്ന സമയത്ത് എൻ്റെ 6 പിള്ളേരുമുണ്ട്. അപ്പോൾ 6ാമത്തെ കൊച്ചിന് എൻ്റെ ഭാര്യ എൻ്റെ കൈ പിടിച്ചേക്കുന്നു. അപ്പോൾ 4ാമത്തെ 5ാമത്തെ ആൾക്കാർ ഈ ഭാര്യയുടെ അടുത്തേക്ക് ഓടി ചെല്ലുകയാണ്. ഓടി ചെന്നപ്പോഴത്തേക്കും ഞാൻ ഇങ്ങനെ ഒരു സൈഡിൽ കൂടെ ഒരു കമൻറ്റ് പോലെ പറഞ്ഞു, എൻ്റെ പൊന്നു ചേട്ടാ, ഇതാ വീട്ടിലെ മെയിൻ പ്രശ്നം, ഇതാണ് മെയിൻ പ്രശ്നം, എനിക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല, ഈ പിള്ളേർക്ക് 2 പേർക്കും അമ്മയെ മതി, ഇവൾ ഇച്ചിരി ടൈറ്റ് ആവുന്നു ഇപ്പോഴാണ്. ഈ 6ാമത്തെ കൊച്ചിനെ കൈ പിടിക്കണം, ഈ 5ാമത്തെ 4ാമത്തെ ക്യൂ പോലെ അമ്മയെന്ന് വിളിച്ച് അമ്മയുടെ അടുത്തേക്ക് ചെല്ലുന്നത് കാണുമ്പോഴത്തേക്കും എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല, ഞാൻ വിളിച്ചാൽ അതുങ്ങൾ വരുന്നില്ല, എൻ്റെ അടുത്തേക്ക് അതുങ്ങൾ വരുന്നില്ല എന്ന് പറഞ്ഞു. ഞാനെന്തോ ഒരുമാതിരി കൈ കഴിയ പോലെ ആയിരിക്കും സംസാരിച്ചത്, എനിക്ക് അങ്ങനെ തോന്നുന്നത്. കാരണം എൻ്റെ ഉത്തരവാദിത്വം തീർന്നു, ഞാൻ വിളിച്ചിട്ട് വരുന്നില്ല, അപ്പോൾ പിന്നെ അവൾ നോക്കണം എന്ന രീതി പറഞ്ഞപ്പം എൻ്റെ ചേട്ടൻ, എൻ്റെ കോബ്രദർ എന്നോട് ചോദിച്ചു, മാമൻ, പിള്ളേര് മാമൻ്റെ അടുത്ത് വരുന്നില്ലെങ്കിൽ അതെന്തായിരിക്കും കാരണം? ഞാൻ ആകെ ഇടിവെട്ടേറ്റ പോലെ ആയിപ്പോയി. കാരണം വെച്ചാൽ മാമൻ്റെ അടുത്തേക്ക് പിള്ളേര് വരുന്നില്ലെങ്കിൽ അതെന്തായിരിക്കും കാരണം? അപ്പം ഞാൻ എന്നെ തന്നെ തിരിച്ചറിയായിരുന്നു. കാരണം എൻ്റെ പിള്ളേരുമായിട്ടൊരു ബന്ധം ഞാൻ ക്രിയേറ്റ് ചെയ്യാൻ ശ്രമിക്കും. മൂത്ത പിള്ളേർ ക്രിയേറ്റഡ് ആണ്, മൂത്ത പിള്ളേരുമായിട്ട് കുറച്ചുകൂടി ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്, അവരുമായിട്ട് കൂടുതൽ കളിക്കാൻ, അവരുടെ പ്രായത്തിലുള്ളവരായിട്ട് കളിക്കാൻ കുറച്ചുകൂടി റിലേറ്റ് ചെയ്യാൻ എനിക്ക് കുറച്ചുകൂടി എളുപ്പമാണ്. പക്ഷേ കൊച്ചു പിള്ളേർ വരുമ്പോഴത്തേക്ക് ഞാൻ ഇച്ചിരി മാറി നിൽക്കും, ആ സ്കില്ല് എനിക്കില്ല. ഇപ്പോൾ എൻ്റെ 5ാമത്തെ കൊച്ചിനെ പ്ലേ സ്കൂളിൽ വിടാൻ തുടങ്ങി, 3 വയസ്സ് ആയപ്പോഴത്തേക്കും പ്ലേ സ്കൂളിൽ വിടാൻ തുടങ്ങി. അപ്പോൾ തൊട്ടപ്പുറത്തെ വീട്ടിൽ 5 പിള്ളേരുള്ള വേറൊരു ഫാമിലിയുണ്ട്. അപ്പോൾ ആ ചേട്ടൻ്റെ കൊച്ചിനെ ഒരേ പ്രായമാണ്. ഞാൻ ഇവരോട് ചോദിച്ചു, പ്ലേ സ്കൂളിൽ വിടുന്നില്ല ചേച്ചി എന്ന് ചോദിച്ചു. ഉടനെ ചേച്ചി എന്നോട് പറഞ്ഞു, ചേട്ടന് ഇഷ്ടമല്ല കൊച്ചിനെ പ്ലേ സ്കൂളിൽ വിടുന്നത്, ചേട്ടൻ വർക്ക് അറ്റ് ഹോമാ. അപ്പം ഞാൻ പറഞ്ഞു, അതെന്നാ, ചേട്ടന് എളുപ്പം കൊച്ചിനെ വിടുന്നതല്ലേ, ചേട്ടന് വർക്ക് അറ്റ് ഹോം അല്ല, ചേട്ടൻ അവൻ പോയി കഴിഞ്ഞാൽ വീട്ടിലൊരു രസമില്ല, ചേട്ടൻ്റെ കൂട്ടില്ല എന്നാ ചേട്ടൻ പറയുന്നതെന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, ദൈവമേ, ഞാൻ എല്ലാത്തിനെയും പാക്ക് ചെയ്ത് സ്കൂളിലേക്ക് വിടുന്നത് തന്നെ എനിക്കൊന്ന് ആശ്വാസം കിട്ടാനാണല്ലോ എന്ന് ഞാൻ ആലോചിച്ചപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഞാനൊരു നല്ല അപ്പനല്ല, അല്ലെങ്കിൽ നല്ല അപ്പൻ എന്ന് പറഞ്ഞാൽ അങ്ങനെ അത്ര നല്ല അപ്പനല്ല എന്ന് ഞാൻ തിരിച്ചറിയായിരുന്നു. എൻ്റെ പ്രിയപ്പെട്ടവരെ, ദെൻ ഐ സ്റ്റാർട്ടഡ് സ്പെൻഡിങ് ടൈം വിത്ത് മൈ കിഡ്സ്. അവരോട് ബോൾ ഉരുട്ടി കളിക്കാനും, അവരോട് ചുമ്മാ ഇരുന്ന് കളിക്കാനും, അവരോട് വർത്താനം പറയാനും, അവരെ എടുത്തുകൊണ്ട് നടക്കാനും, അവർക്ക് ഭക്ഷണം കൊടുക്കാനൊക്കെ തുടങ്ങുമ്പോൾ ഇന്ന് ഈ 5 പേരും നൈറ്റ് ഡ്യൂട്ടിക്ക് പോകുമ്പം ഈ 6 പേരും എൻ്റെ കൂടെ കിടന്ന് ഉറങ്ങുന്നത്. പ്രൈസ് ലോർഡ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, അപ്പന്മാർക്ക് ഇത് സാധിക്കും. ഈ കൂട്ടായ്മ ഉണ്ടാകും. അപ്പോൾ ഞങ്ങൾ കഥയൊക്കെ പറഞ്ഞ്, ഞങ്ങൾ വർത്താനമൊക്കെ പറഞ്ഞ്, ഞങ്ങൾ കുറേ സംസാരിച്ച്, അല്ലെങ്കിൽ ഇടയ്ക്ക് പോയി കുഞ്ഞു വീഡിയോസൊക്കെ കണ്ട് ഞങ്ങളൊരു കൂട്ടായ്മ പോലെ അത് മുമ്പോട്ട് പോകുമ്പോഴത്തേക്ക് ഐ സ്റ്റാർട്ടഡ് എൻജോയിങ് ഇറ്റ്. ഇത് സംഭവിച്ചത് ഞാൻ തമ്പുരാൻ്റെ അടുത്ത് പോയി ആരാധനയ്ക്ക് ചോദിച്ചു, തമ്പുരാനെ, ഞാൻ എന്താ ചെയ്യേണ്ടത്? എൻ്റെ മക്കളോടൊരു ബന്ധം ഉണ്ടാക്കാൻ ഞാൻ എന്താ ചെയ്യേണ്ടത്? തമ്പുരാൻ പറഞ്ഞു, സ്പെൻഡ് ടൈം വിത്ത് ദം. അവരുടെ കൂടെ നീ ചുമ്മാ പോയിരിക്കുക, അവർ നിന്റെ ചുറ്റും ഇരുന്നോളും. അപ്പോഴാണ് ഈ സങ്കീർത്തനത്തിൽ പറയുന്ന മേശയ്ക്കിറ്റും ഒലിവ് തൈകൾ എന്താണെന്നുള്ളത് നമുക്ക് അനുഭവിക്കാൻ സാധിക്കും. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ സമയം നമ്മുടെ മക്കൾക്കും നമ്മുടെ പങ്കാളിക്കും കൊടുക്കുക എന്നൊരു ദൗത്യം ആസ് എ പ്രേക്ഷിതൻ നമുക്കുണ്ട്. നമ്മുടെ കുടുംബത്തിന് നവീകരണം അവിടെയാണ് ഉണ്ടാകുന്നത്. ആ മാറ്റം നമ്മുടെ കുടുംബങ്ങളിൽ അലയടിക്കുമ്പോൾ അവിടെ വ്യത്യാസമുണ്ടാവും, മക്കളുടെ സ്വഭാവത്തിൽ വ്യത്യാസം. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ മക്കൾക്കൊക്കെ നമ്മളോട് എന്തോരം പറയാനുണ്ടെന്നറിയൂ. നമുക്കൊരു നീതിയുണ്ട്. ഒരു ദിവസം ഞാനിങ്ങനെ ഇരിക്കുമ്പോൾ എന്നോട് പറഞ്ഞു, ഇനി എത്ര സമയമുണ്ട്? ഞാൻ പറഞ്ഞു, 2 മണിക്കൂറുകൂടെ ഉണ്ട്. നീ സമയം ഡിവൈഡ് ചെയ്യാൻ പറഞ്ഞു. 6 ഡിവൈഡ് ചെയ്യാൻ പറഞ്ഞു. 6 ഡിവൈഡ് ചെയ്ത് അത്ര സമയം ഓരോ പിള്ളേർക്ക് കൊടുക്കാൻ പറഞ്ഞു. അത്ര സമയം 10 മിനിറ്റെങ്കിൽ 10 മിനിറ്റ് ഓരോ പിള്ളേർക്ക് കൊടുക്കാൻ പറഞ്ഞു. ഞാൻ ചുമ്മാ പോയി അടുത്തിരിക്കും, തലയിലൊക്കെ തിരുമും. കുറച്ച് കഴിയുമ്പോഴത്തേക്കും ഈ 6 പേർക്കും ഒരു നീതി ലഭിച്ചതുപോലെ എനിക്ക് തോന്നി. പിടികിട്ടുന്നുണ്ടോ? നമ്മൾ സമയമില്ലാന്ന് വിചാരിക്കുമ്പോഴും 10 മിനിറ്റെങ്കിൽ 10 മിനിറ്റ് 6 ഡിവൈഡ് ചെയ്യുക. 2 മിനിറ്റ് ഒന്ന് തലയിൽ പോയി തൊടുക, എടാ സുഖമാണെന്ന് ചോദിക്കുക. അപ്പം ഇങ്ങനെ നമ്മൾ മക്കൾക്ക് ഡിവൈഡ് ചെയ്ത് ഞാൻ പെർഫെക്റ്റ് ഫാദർ ഒന്നുമല്ല. ഞാൻ പിള്ളേരുടെ ചൂടാവാറുണ്ട്, ഞാൻ ചിലപ്പോൾ എനിക്ക് വീഴ്ചകൾ പറ്റാറുണ്ട്, ഞാൻ വേദനിപ്പിക്കാറുണ്ട്. പക്ഷേ അവരുടെ കൂടെ പോയിരുന്ന ആ മുറിവുകൾ ഉണക്കുകയും അവരോട് കൂടെ ഇരുന്ന് അവരെ ആശ്വസിപ്പിക്കുകയും ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന റീസ്റ്റോറേഷൻ, അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഒന്ന് സമയം സ്പെൻഡ് ചെയ്യണം. എൻ്റെ പ്രിയപ്പെട്ടവരെ, വചനം 1 തീമോത്തി 5:16 എൻ്റെ ഓർമ്മ. അവിടെ പറയുന്നുണ്ട്, ഒരുവൻ തൻ്റെ സ്വന്തക്കാരുടെ പ്രത്യേകിച്ച് സ്വഭവനത്തിലുള്ളവരുടെ കാര്യങ്ങൾ നോക്കുന്നില്ലെങ്കിൽ അവൻ വിശ്വാസം ത്യജിച്ചവനും അവിശ്വാസിയേക്കാൾ ഹീനനുമാണെന്നാണ് പറയുന്നത്. നമ്മൾ സുവിശേഷം പ്രസംഗിക്കുന്നു എന്ന് പറയുമ്പോൾ തന്നെ ഞാൻ ഇപ്പോൾ പറഞ്ഞ പോലെ രൂപതകളിൽ പോയി ഫാമിലി അപ്പോസ്തലത്തിൽ പ്രസംഗിച്ചാലും SVD പോയി ധ്യാനം നടത്തിയാലും ഞാൻ എവിടെ പോയി ഇവിടെ വന്ന് നിങ്ങളോട് സുവിശേഷം പ്രസംഗിച്ചാലും എൻ്റെ കുടുംബത്തിൽ ഞാൻ സുവിശേഷമാകുന്നില്ലെങ്കിൽ ഞാൻ അവിശ്വാസിയേക്കാൾ ഹീനനും വിശ്വാസം ത്യജിച്ചവനുമായി മാറും എന്ന് വചനം എന്നെ ഓർപ്പിക്കണം. സോ ദർ ഇസ് എ റെസ്പോൺസിബിലിറ്റി ഫോർ ഈച്ച് ആൻഡ് എവരി വൺ ഓഫ് us.
അപ്പനും അമ്മയാകുക എന്ന് പറയുന്നത് വലിയ, പ്രത്യേകിച്ച് ഇന്നത്തെ കാലഘട്ടത്തിൽ നിങ്ങൾ ഇവിടെ ഇരിക്കുന്ന ഒരുപാട് പേരെങ്കിലും വലിയ കുടുംബങ്ങളുടെ ഭാഗമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. വലിയ കുടുംബമാകുമ്പോൾ ഇന്ന് നമ്മൾ ആധുനിക കാലത്ത് വലിയ ഒരുപാട് ചലഞ്ചസ് ഉണ്ട്. പ്രത്യേകിച്ചുള്ള ചലഞ്ച് നമ്മുടെ പഴയ തലമുറയിൽ, നമ്മുടെ തൊട്ട് മുമ്പുള്ള തലമുറയിൽ വലിയ കുടുംബമല്ലായിരുന്നു എന്നുള്ളതാണ്. നമുക്ക് സപ്പോർട്ട് സിസ്റ്റം കുറവായി പോയതുകൊണ്ട് ഇപ്പോൾ നമ്മൾ വലിയ തലമുറയാവാൻ, വലിയൊരു കുടുംബമാകാൻ ശ്രമിക്കുമ്പോഴത്തേക്കും നമ്മുടെ തൊട്ട് മുമ്പത്തുണ്ടായിരുന്ന ആളുകളെക്കാൾ കൂടുതൽ സ്ട്രഗിൾ ചെയ്യുന്നതിൻ്റെ കാര്യം നമുക്ക് സപ്പോർട്ട് സിസ്റ്റം ഇല്ല. അപ്പോൾ നമ്മൾ ഇന്റേണൽ സപ്പോർട്ട് ബിൽഡ് ചെയ്യേണ്ടതുണ്ട്. ഇന്റേണൽ സപ്പോർട്ട് ബിൽഡ്, ഭാര്യ ഭർത്താവിനും ഭർത്താവ് ഭാര്യയ്ക്കും സപ്പോർട്ടാകേണ്ടതുണ്ട്. ഇപ്പോൾ പലയിടത്ത് ഞാൻ എന്താ പറയുക, കുറ്റപ്പെടുത്തുകയൊന്നുമല്ല, വിധിക്കുകയൊന്നുമല്ല, പക്ഷേ ചില സങ്കടങ്ങൾ കേൾക്കാനിടയായതിൽ ഞാൻ പറയുകയാണ്, സുവിശേഷം പ്രസംഗിക്കുക എന്നുള്ള ഇതിൽ നിന്ന്, കുടുംബത്തിലെ ഉത്തരവാദിത്തത്തിൽ നിന്ന് ഒരു പരിധിവരെ ഞാൻ ഉൾപ്പെടെ ഒരുപാട് പേര് സുവിശേഷം പ്രസംഗിക്കാൻ വേണ്ടി കുടുംബത്തിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നുണ്ട്. കുടുംബം ബാലൻസ് ചെയ്യാതെ നമ്മൾ ഇറങ്ങിപ്പോകുന്നുണ്ട്. അത് ചെയ്യാൻ പാടില്ല. എന്നാൽ സുവിശേഷം പ്രസംഗിക്കേണ്ടെന്നും അല്ല പറഞ്ഞത്. നിങ്ങൾ സുവിശേഷത്തിൽ എവിടെയെങ്കിലും ഭാര്യ ഉപേക്ഷിക്കുന്നതിനെ കുറിച്ച് പറയുന്നുണ്ടോ? സുവിശേഷത്തെ പ്രതി സ്വഭവനത്തെയും മാതാപിതാക്കളെയും ബന്ധുമിത്രാദികളെ ഉപേക്ഷിക്കുന്നതിനെ കുറിച്ച് പല സുവിശേഷങ്ങളിൽ പറയുന്നുണ്ട്. അവിടെ എവിടെയെങ്കിലും ഭാര്യയെ പറയുന്നുണ്ടോ? ഭാര്യയെ പറയുന്നുണ്ടോ ഇല്ലയോ? ഒരു സുവിശേഷത്തിൽ, ഇരിക്കുന്ന മർക്കോസാന്ന് തോന്നുന്നു, ഒരു സുവിശേഷത്തിൽ ഭാര്യ ഉപേക്ഷിക്കുക എന്ന് പറയുന്നുണ്ട്. ഇവിടെ ഇരിക്കുന്ന ഭാര്യമാരും വിഷമിക്കണ്ട, ഭാര്യ ഉപേക്ഷിക്കാനല്ല അവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത്. ഭാര്യ ഉപേക്ഷിക്കുക എന്ന് പറയുമ്പോൾ നമ്മൾ വിചാരിക്കുകയോ അപ്പം പലരും അതെടുത്തിട്ട് ഇടീ ഭാര്യ ഉപേക്ഷിക്കുക എന്ന് പറയുന്നുണ്ട്, നീ ഇവിടെ ഇരുന്നോ, നീ പിള്ളേരെ നോക്കിയോ, ഞാൻ പോയി സുവിശേഷം പ്രസംഗിച്ചിട്ട് വരാം എന്ന് പോകുന്ന ആളുകളുണ്ട്. പല ഭാര്യമാരുടെയും കണ്ണീരും വേദനകളും ഞാനും എൻ്റെ ഭാര്യയും കേട്ടിട്ടുള്ളതുകൊണ്ടാണ് പറയുന്നത്. അങ്ങനെയല്ല, സുവിശേഷം പ്രസംഗിക്കാൻ പോകണം. അതെങ്ങനെയാണ് പോകേണ്ടത്? ഭാര്യ ഉപേക്ഷിക്കുക എന്ന് പറഞ്ഞാൽ എന്താ? ഞാനിപ്പോൾ ഇവിടുന്ന് പോകുന്ന വഴിക്ക് ഡോക്ടർ രാജേഷിനോട് പറയണം, എനിക്ക് ഒരു 10,000 രൂപ കടം വേണം, എനിക്ക് ഒരു 5,000 രൂപ തരാമെന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ഡോക്ടർ രാജേഷ് പറഞ്ഞാൽ കുഴപ്പമില്ല, ഞാൻ പൈസ തന്നേക്കാന്ന് പറയുന്നു. പൈസ തരുന്നു. ഞാൻ വീട്ടിൽ ചെല്ലുന്നു. ഒരാഴ്ചയായിട്ട് ഡോക്ടർ രാജേഷ് ഇപ്പം കിട്ടുമെന്ന് വിചാരിച്ചിരിക്കുന്നു. അപ്പം ഞാൻ ഒരാഴ്ച കഴിയുമ്പോൾ ഡോക്ടർ രാജേഷിനെ വിളിച്ച് പറയാണ്, ഡോക്ടറെ, ഞാൻ 5,000 രൂപയെക്കുറിച്ച് ഒരുപാട് ആലോചിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തു. ഞാൻ 5,000 രൂപ ഉപേക്ഷിക്കുകയാണ്. ഞാൻ ഡോക്ടർ രാജേഷിന് കൊടുക്കാനുള്ളത് അങ്ങോട്ടാണ്. എന്നിട്ട് ഞാൻ വിളിച്ച് പറയുകയാണ്, ഞാനങ്ങ് ഉപേക്ഷിക്കുക എന്ന് പറയുകയാണ്. അങ്ങനെ നടക്കുമോ? അവിടെ ആരാ ഉപേക്ഷിക്കേണ്ടത്? ഉപേക്ഷിക്കേണ്ടത് ആരാ? കിട്ടാനുള്ളയാളാണ് ഉപേക്ഷിക്കേണ്ടത്. നിങ്ങൾക്ക് മനസ്സിലായോ? കിട്ടാനുള്ളയാളാണ് ഉപേക്ഷിക്കേണ്ടത്. അതായത് ഭാര്യ ഉപേക്ഷിക്കുക എന്ന് പറഞ്ഞാൽ, ഭാര്യയിൽ നിന്ന് എനിക്ക് കിട്ടാനുള്ളത് എനിക്ക് ഉപേക്ഷിക്കാം, പക്ഷെ അവർക്ക് കൊടുക്കാനുള്ളത് ഉപേക്ഷിക്കേണ്ടത് ആരാ? അത് ഭാര്യ ഉപേക്ഷിക്കണം. അതായത് ഭാര്യയുടെ സമ്മതവും ഒരുമിച്ചുള്ള പ്രാർത്ഥനയും ഡിസേൺമെൻറ്റും ഇല്ലാതെ നമ്മൾ സുവിശേഷ പ്രഘോഷത്തിന് ഇറങ്ങിയാൽ അതിലൊരു അപകടമുണ്ട്. ചിലപ്പോൾ 100,000 പേര് കേൾക്കുമായിരിക്കും, പക്ഷെ അവിടെ ഫലപ്രാപ്തി ഉണ്ടാവണമെങ്കിൽ ആ കൂട്ടായ്മയിൽ നിന്ന് വേണം ആ സുവിശേഷം പൊട്ടിപ്പുറപ്പെടാൻ. അതായത് എനിക്ക് എൻ്റെ ഭാര്യയോട്, ഇപ്പം ഇന്ന് ഞാനിവിടെ രാവിലെ എഴുന്നേറ്റ് പോരുന്നെങ്കിൽ, ഇന്നലെ രാത്രി പിള്ളേർ നേരത്തെ കിടന്നുറങ്ങി, ഇന്നത്തെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിന് എന്താണെന്നും ഒക്കെ ഞങ്ങൾ ഡിസ്കസ് ചെയ്ത് അതൊക്കെ തീരുമാനിച്ചതിന് ശേഷം, അല്ലെങ്കിൽ ഇന്ന് രാവിലെ അവൾ ഓക്കെ ആയിരിക്കും, ഇവർക്ക് ലീവ് എല്ലാം അറേഞ്ച് ചെയ്തിട്ട് അവൾ കംഫർട്ടബിൾ ആകും എന്ന് അവൾക്ക് ഉറപ്പ് വരുത്തി ഞാനും ഉറപ്പിച്ചിട്ടേ എനിക്ക് ഇറങ്ങാൻ പറ്റത്തുള്ളൂ. നീ നോക്കിക്കോ, മത്തായി 6:31 വചനം വ്യർത്ഥമായിട്ട് ഉപയോഗിച്ച് എല്ലാം കർത്താവ് നോക്കിക്കോളൂ എന്നും പറഞ്ഞ് ഇറങ്ങി പോയി കഴിഞ്ഞാൽ അവിടെ ഒരു ഉത്തരവാദിത്തക്കുറവ് ഉണ്ട് എന്ന് പറഞ്ഞ് എന്നാൽ പിന്നെ ഏത് സമയവും കുടുംബത്തെ വെറ്റിക്കിടക്കുക എന്നുള്ളതല്ല ഉദ്ദേശിക്കുന്നത്. നമ്മൾ സുവിശേഷം പ്രസംഗിക്കണം. കാരണം വചനം പറയുന്നു, ഞാൻ സുവിശേഷം പ്രസംഗിക്കുന്നുവെങ്കിൽ എനിക്ക് അഹംഭാവത്തിന് വകയില്ല. കാരണം സുവിശേഷം പ്രസംഗിക്കുക എന്ന് പറയുന്നത് എൻ്റെ കടമയാണ്. ഞാൻ സുവിശേഷം പ്രസംഗിക്കുന്നില്ല, എനിക്ക് ദുരിതം എന്നാണ് വചനം പറഞ്ഞിരിക്കുന്നത്. പൗലോസ് പറയുന്നതാണ്, സുവിശേഷം പ്രസംഗിക്കുന്നതിൻ്റെ പാദങ്ങൾ എത്ര മനോഹരമെന്ന് എഴുതപ്പെട്ടിട്ടുണ്ടല്ലോ. എൻ്റെ പ്രിയപ്പെട്ടവരെ, സുവിശേഷം പ്രസംഗിക്കുന്നില്ല എനിക്ക് ദുരിതം. എൻ്റെ കുടുംബം മറ്റുള്ളവർക്കൊരു സുവിശേഷമാകണം. അതിൽ ചിലപ്പോൾ എന്നെ പോലെയോ അല്ലെങ്കിൽ മറ്റിപ്പോൾ ഇവിടെ സുവിശേഷം പ്രസംഗിക്കുന്നതിലോ പോയി ക്ലാസ് എടുക്കുന്നതായിരിക്കും സുവിശേഷം. ചിലപ്പോൾ ഏതെങ്കിലും ശുശ്രൂഷയുടെ ഭാഗമായിരിക്കുന്നതായിരിക്കും സുവിശേഷം. അല്ലെങ്കിൽ നിങ്ങൾ ഇൻ്റർസെഷൻ ആയിരിക്കും സുവിശേഷം. ഏതെങ്കിലും ഭാഗമായിട്ട് നിങ്ങൾ സുവിശേഷത്തിൻ്റെ ഭാഗമാകുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. 1, അതെൻ്റെ കടമയാണ്. 2, അത് ചെയ്യുന്നത് എനിക്ക് ഗുണമാണ്. കാരണം അവിടെ പറഞ്ഞിട്ടുണ്ട്, എൻ്റെ പാദങ്ങൾ സുന്ദരമാകും. അതായത് എൻ്റെ യാത്രകൾ സുന്ദരമാകും. എൻ്റെ മുമ്പോട്ടുള്ള വഴികൾ സുന്ദരമാണെങ്കിൽ തമ്പുരാൻ എന്നോട് പറയുന്നു, നിങ്ങൾ സകല സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കും. എൻ്റെ പ്രിയപ്പെട്ടവരെ, എൻ്റെ നന്മയ്ക്ക് വേണ്ടിയിട്ടാണ് തമ്പുരാൻ എന്നോട് പറഞ്ഞത്, നീ മറ്റുള്ളവരോട് സുവിശേഷം പ്രസംഗിക്കുക. ഒന്ന് ആലോചിച്ച് നോക്കി, നമ്മുടെ ചുറ്റുമുള്ള ആളുകൾ എല്ലാവരും ഈശോയെ അറിയുകയാണെങ്കിൽ എത്ര മനോഹരമായിരുന്നു. നമ്മുടെ ചുറ്റുമുള്ള നമ്മുടെ നെയ്ബേഴ്സ്, നമ്മുടെ ചുറ്റുപാടുമുള്ള ആൾ, ഇപ്പം നമ്മൾ അങ്ങനെയുള്ള ആളുകളെ തപ്പിപ്പോയി നെയ്ബേഴ്സ് ആക്കുക.
എന്നാൽ നമ്മുടെ ചുറ്റുമുള്ള ആളുകൾ ഈശോയെ അറിയുകയും നമ്മുടെ നാട്ടിലുള്ള നമ്മുടെ പഞ്ചായത്ത് ഇത്തവണ ഇലക്ഷൻ നടന്നു, ഇലക്ഷന് തെരഞ്ഞെടുക്കപ്പെട്ടവർക്ക് ഈശോയെ അറിയുന്നവരാണെങ്കിൽ പഞ്ചായത്തും മുനിസിപ്പാലിറ്റിയും കോർപ്പറേഷനും കേരളവും എത്ര മനോഹരമായിരുന്നു. എൻ്റെ പേര് ഇവിടെ സുവിശേഷം എന്താ പറയുക, അത് വലുതാവും തോറും ആ നാടും ആ സമൂഹവും നമ്മളും മനോഹരമാവും. നമ്മുടെ ജീവിതവും കഷ്ടപ്പാടുണ്ട്. സുവിശേഷ പ്രസംഗത്തിൻ്റെ കൂടെ തന്നെ അവിടെ പീഡനങ്ങളുണ്ട്. പക്ഷെ നമുക്ക് അഷ്യൂർഡ് ആയിട്ടുള്ള ഒറ്റ കാര്യമുള്ളൂ. കർത്താവ് ഒറ്റ കാര്യമാണ് ഉറപ്പായിട്ടും തരാമെന്ന് പറഞ്ഞേക്കുന്നത്. എന്ത്? നിത്യജീവൻ. അതിന് ലക്ഷ്യമായിരിക്കണം, അതായിരിക്കണം നമ്മുടെ ലക്ഷ്യവും. അപ്പോൾ സുവിശേഷം പ്രസംഗിക്കുക എന്ന് പറയുന്നത് നമ്മുടെ വിളിയാണ്, നമ്മുടെ കടമയാണ്. അത് വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പം നമ്മൾ പറഞ്ഞ സമൂഹത്തിലേക്ക് നമ്മൾ സുവിശേഷമായിട്ട് ഇറങ്ങുന്ന മിനിസ്ട്രികൾ നമുക്കുണ്ടാകണം. അപ്പം എനിക്ക് ഏറ്റവും വിവാഹത്തിന് മുമ്പ് ബൈബിളിൽ പറയുന്നുണ്ട്, ഒരാൾ വിവാഹം കഴിഞ്ഞു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് അവനെ 1 വർഷത്തേക്ക് സൈനിക സേവനത്തിന് വിളിക്കരുതെന്ന്. വായിച്ചിട്ടുണ്ടോ? എനിക്കൊന്നു പഴയ നിയമത്തിനടുത്താണ് സൈനിക സേവനം. അത് ഉദ്ദേശിക്കുന്ന ഇതാണ്, കുടുംബമായിട്ടൊരു ബന്ധം, ഭാര്യയായിട്ടൊരു ബന്ധം അവിടെ ഉണ്ടാകണം. ഒരിക്കൽ എന്നെ ഒരു അച്ഛൻ ഇങ്ങനെ നമുക്കൊരു സെഷൻ എടുത്തപ്പോൾ പറഞ്ഞൊരു കാര്യം ഓർമ്മയിലേക്ക് വരികയാണ്. അച്ഛൻ പറയുമായിരുന്നു, വിവാഹം കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിച്ച് ഒരു മിനിസ്ട്രി രൂപപ്പെടുന്നത്. മിനിസ്ട്രി എന്ന് വെച്ചാൽ നിങ്ങളുടെ വിളി എന്താണ്, ഈ കുടുംബത്തിൻ്റെ വിളി എന്താണ്, എൻ്റെ മിഷൻ എന്താണെന്നുള്ളത് നിങ്ങൾ തമ്പുരാനോട് ചോദിച്ച് ആ മിഷനിലേക്ക് നമ്മൾ ഇറങ്ങണം. ഇപ്പം എൻ്റെ മിഷൻ പ്രോ ലൈഫ് മിനിസ്ട്രിയിലാണെങ്കിൽ തന്നെയും അതല്ല, അതിനപ്പുറം എന്തോ ഉണ്ടെന്നുള്ളത് തമ്പുരാൻ ഇടയ്ക്ക് എന്നോട് പറയാറുണ്ട്. എന്താണെന്ന് ഞാൻ കണ്ടിട്ടില്ല. പക്ഷേ തമ്പുരാൻ ഞങ്ങൾക്ക് 2 പേർക്കും ഒരുമിച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു മിനിസ്ട്രിയിലേക്ക് ഞങ്ങളെ കൊണ്ടെത്തിക്കും. ഞാൻ ആ പ്രാർത്ഥനയിലാണ്, ആ ഡിസേൺമെൻറ്റിലാണ്. നമ്മൾ അങ്ങനെ ആണോ എന്നുള്ളത് നമ്മളൊന്ന് ചിന്തിക്കണം. നമ്മൾ നമ്മുടെ മക്കൾ ഒരുമിച്ച്, ഇപ്പം ശരിയാണ്, ഇപ്പം നമ്മൾ മിഷന് പോകുന്നു, ചില യാത്രകൾ നടത്തുന്നു, ഇതെല്ലാം എൻ്റെ ഭാഗമാണ്. പക്ഷേ ഒരു അൾട്ടിമേറ്റ് മിഷനിലേക്ക്, ഒരു വലിയ ഫ്രൂട്ടിലേക്ക് സഭയോട് ചേർന്ന് നിന്നുകൊണ്ട്, മാറി നിന്നുകൊണ്ടല്ല, സഭയോട് ചേർന്നുകൊണ്ട് ഈ ഫാമിലിയാരിറ്റീസ് കൺസോർഷ്യം പറയുന്ന 3-ാമത്തെ കാര്യം, 3-ാമത്തെ 4-ാമത്തെ കാര്യത്തിൽ ഒന്ന് നമ്മളൊരു കൂട്ടായ്മയാണെന്ന് ഞാൻ പറഞ്ഞു. 2-ാമത്തെ കാര്യം കുടുംബം ജീവനെ പരിപോഷിപ്പിക്കുന്നവരാവുക. അതായത് കൂടുതൽ മക്കളെ സ്വീകരിക്കുകയും ഉത്തരവാദിത്തോടെ അവരെ വളർത്തുകയും ചെയ്യുന്നുണ്ട്. അതിലേക്ക് ഞാൻ വരുന്നുണ്ട്. 3-ാമത്തെ കാര്യമാണ് സമൂഹത്തിൻ്റെ നന്മ, സമൂഹത്തിൻ്റെ വളർച്ചയിൽ പങ്കാളിയാവുക, അല്ലെങ്കിൽ എൻ്റെ ഉന്നമനത്തിന് പങ്കാളിയാകുക. നമ്മുടെ ഈ സമൂഹത്തിൻ്റെ ഭാഗമാണ്. നമ്മളിപ്പോൾ ജോലി ചെയ്യുന്നവരാണ്. അവിടെ നമ്മൾ ഒരിക്കലും കോംപ്രമൈസ് ചെയ്യരുത്. ആരെ കോംപ്രമൈസ് ചെയ്യരുത്? ഈശോയെ കോംപ്രമൈസ് ചെയ്യരുത്. നമുക്ക് ദൈവം തന്ന ക്രൈസ്തവ ധാർമ്മിക മൂല്യങ്ങളെ നമ്മൾ കോംപ്രമൈസ് ചെയ്യരുത്. കാരണം 10 കൽപ്പനകൾ നമ്മളോട് പാലിക്കുന്നവരായിരിക്കണം. അവിടെ വിഗ്രഹാരാധന പാടില്ല, അവിടെ നമ്മൾ എന്താ പറയുക, കള്ളം ചെയ്യാൻ പാടില്ല, അവിടെ മോഷ്ടിക്കാൻ പാടില്ല, അവിടെ തെറ്റായ രീതിയിൽ നമ്മൾ പ്രവർത്തിക്കാൻ പാടില്ല. കാരണം അതൊക്കെ സുവിശേഷത്തിന് ദോഷകരമായിട്ട് മാറും ഉതപ്പായി കഴിഞ്ഞാൽ. അപ്പം നമ്മൾ ആയിരിക്കുന്നിടത്ത് സമൂഹത്തിൽ പങ്കാളിക്കുക, ജീവനെ പരിപോഷിപ്പിക്കുന്നവരാവുക എന്ന് പറയുന്ന അതിനകത്തുള്ള കുറച്ച് ചലഞ്ചസും കാര്യങ്ങളൊന്നും ഞാൻ നിങ്ങളോട് പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുകയാണ്. നിങ്ങളുടെ അപ്പനോ അമ്മയ്ക്കോ, ഇവിടെ ഇരിക്കുന്ന നിങ്ങളുടെ അപ്പനോ അമ്മയോ, നിങ്ങളുടെ പാരൻസ് 4 അതിൽ അധികമോ മക്കളുള്ള കുടുംബത്തിൽ നിന്നാണെങ്കിൽ ഒന്ന് കൈവയ്ക്കുക. നിങ്ങളുടെ പാരൻസ്, നിങ്ങളുടെ അപ്പൻ 4 മക്കളിൽ ഒരാൾ, അല്ലെങ്കിൽ അമ്മ 4 മക്കളുള്ള ഒരാൾ ആണെങ്കിൽ കൈവയ്ക്കുക. ഒന്ന് ചുറ്റും തിരിഞ്ഞു നോക്കിയ കൈകൾ എന്തോരം ഉണ്ടെന്ന്. ഓക്കെ, അത്യാവശ്യം. നിങ്ങൾ 4 മക്കളിൽ കൂടുതലുള്ള കുടുംബത്തിൽ, നിങ്ങൾ 4 മക്കളിൽ കൂടുതലുള്ള കുടുംബത്തിൽ നിന്ന് കൈവയ്ക്കുക. ഒരു 4-1 കുറഞ്ഞു. ഇനി നിങ്ങൾക്ക് 4 മക്കളോ അതിൽ കൂടുതലുണ്ടെന്ന് കൈവയ്ക്കുക. പ്രൈസ് ദി ലോർഡ്, കുറച്ചുകൂടി കൈ കൂടിയിട്ടുണ്ട്. ഇതാ ഞാൻ നേരത്തെ പറഞ്ഞ ഒരു ജനറേഷൻ ഗ്യാപ്പ് നമുക്ക് മാത്രമുണ്ട്. കുറച്ച് പേരെങ്കിലും കുഞ്ഞു പിള്ളേരുള്ളവരുണ്ട്, അവർ വലിയ കുടുംബമാകും. കുറച്ചുകൂടി കൈ, അടുത്ത കോൺഫറൻസിൽ കുറച്ചുകൂടി കൈ പൊങ്ങട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ജീവനെ പരിപോഷിപ്പിക്കാനുള്ളൊരു വിളി നമുക്കുണ്ട്. ഞാൻ പറഞ്ഞു, ലെറ്റർ ടു ദ ഫാമിലീസ്, ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ പറയുന്നുണ്ട്, മക്കളെ വളർത്തുക എന്നുള്ളത് ഒരു പ്രേക്ഷിത വേലയാണ്. അപ്പം അതിൽ കൂടുതൽ മക്കളെ സ്വീകരിക്കുന്നത് അത് പലരും പല രീതിയിൽ അതിനെ കാണുന്നു. ചില ആളുകൾ കാണുന്നൊരു കാര്യമുണ്ട്, നമുക്ക് പറ്റുന്ന മക്കളെ സ്വീകരിച്ചാൽ മതി, നമുക്ക് വളർത്താൻ പറ്റുന്ന മക്കളെ സ്വീകരിച്ചാൽ മതി, 1-2 പേരെ മതി, അവരെ നന്നായിട്ട് അങ്ങ് വളർത്തിയാൽ മതി എന്ന് ചിന്തിക്കുന്ന ഒരു വിഭാഗം ആളുകളുണ്ട്. ഒരു ഭൂരിഭാഗം പേരും നമ്മുടെ ചുറ്റും നോക്കുമ്പോൾ, ഞാൻ ഈശോയെ അറിഞ്ഞവരല്ല, ചുറ്റും നോക്കുമ്പോൾ അങ്ങനെ ചിന്തിക്കുന്നതാണ്. അപ്പം നമ്മൾ എന്തിനാണ് ഈശോയെ അറിഞ്ഞിട്ട് സഭ പറയുന്നു കൂടുതൽ മക്കളെ സ്വീകരിക്കുക? തിയോളജി ഓഫ് ബോഡിക്കകത്ത്, ശരീരത്തിൻ്റെ ദൈവശാസ്ത്രത്തിനകത്ത് ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ പറയുന്നുണ്ട്, ഉത്തരവാദിത്തമുള്ള റെസ്പോൺസിബിൾ പാരൻറ്ഹുഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മക്കളുടെ എണ്ണം കുറയ്ക്കുന്നതിലല്ല, മറിച്ച് ഉത്തരവാദിത്വത്തോടെ കൂടുതൽ മക്കളെ സ്വീകരിക്കുക, ഒരു വലിയ കുടുംബമായി മാറുകയും ചെയ്യുക എന്നുള്ളതാണ് ഉത്തരവാദിത്തമുള്ള രക്ഷകർത്തൃത്വം എന്ന് ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ പറയുന്നുണ്ട്. അപ്പോൾ എൻ്റെ പോക്കറ്റ് മാത്രം നോക്കിയാൽ പോരാ, എൻ്റെ സാമ്പത്തിക അവസ്ഥ മാത്രം നോക്കിയാൽ പോരാ, ഉന്നതനായ ദൈവത്തിൻ്റെ ആ ഒരു പരിപാലനയിൽ കൂടി ആശ്രയിച്ച് വേണം ഞാൻ മക്കളെ സ്വീകരിക്കാൻ എന്ന് പോളാറാൻ മാർപ്പാപ്പ നമ്മളെ ജീവൻ്റെ സുവിശേഷത്തിലാണെന്ന് തോന്നുന്നു, ഹ്യൂമാനിറ്റിയിൽ നമ്മളോട് പറയുന്നുണ്ട്. അപ്പം നമ്മൾ എന്താണ്, നമ്മൾ ചിലരെങ്കിലും കൺഫ്യൂസ്ഡ് ആവാറുണ്ട് മക്കളെ സ്വീകരിക്കുന്ന ഒരു കാര്യത്തിനകത്ത്. ഇത്രയും മക്കളെ സ്വീകരിക്കുമ്പോൾ എനിക്ക് പറ്റുമോ എന്നൊക്കെ ആലോചിക്കാറുണ്ട്.
ചിലരെങ്കിലും കൂടുതൽ മക്കളാകുമ്പോഴത്തേക്ക് ഒരു ഇവരെല്ലാം കൂടി നോക്കുന്നതിനകത്തൊരു നീതി പുലർത്താൻ പറ്റുന്നില്ല, ഇവർക്കെല്ലാം കൊടുക്കാൻ പറ്റുന്നുള്ള ചില സങ്കടങ്ങൾ ആളുകൾ പറയുന്ന കേട്ടുണ്ട്. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇതെല്ലാം ശരിയാണ്. കൂടുതൽ മക്കളാകുമ്പോഴത്തേക്കും കഷ്ടപ്പാടുകളുണ്ട്, ബുദ്ധിമുട്ടുകളുണ്ട്, പ്രയാസങ്ങളുണ്ട്. പക്ഷെ അവിടെയെല്ലാം ദൈവാശ്രയം കൂടുന്നില്ലെങ്കിൽ നമ്മൾ കൂടുതൽ താഴേക്ക് കൊണ്ടിരിക്കും. ഇതെല്ലാം നമ്മളെ സഹായിക്കേണ്ടത് കൂടുതൽ ദൈവത്തെ ആശ്രയിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പം ഇത് ഒരിക്കൽ ഞാൻ തമ്പുരാൻ്റെ അടുത്ത് ചോദിച്ചു, തമ്പുരാൻ ഇത്രയും പിള്ളേരെയൊക്കെ വളർത്തുമ്പോൾ ഇവർക്ക് ചിലപ്പോൾ അവർക്ക് സങ്കടം വരാറുണ്ട്, അത് കിട്ടിയിട്ടില്ല, ഇത് കിട്ടിയിട്ടില്ല, അല്ലെങ്കിൽ അവർക്ക് എല്ലാം കൊടുക്കാൻ പറ്റുന്നത് എനിക്ക് സങ്കടം വരാറുണ്ട്. എന്താ തമ്പുരാനെ നീ കൂടുതൽ മക്കളുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ കൊണ്ട് ഉദ്ദേശിക്കുന്നു? ഈ കൂടുതൽ മക്കളുണ്ടാകുമ്പോൾ ഒരു കുടുംബത്തിൽ കുറച്ച് ക്രൈസിസ് ഉണ്ടാവും. ഈ ക്രൈസിസ് കൊണ്ട് നീ എന്താ ഉദ്ദേശിക്കുന്നതെന്ന് ഞാൻ തമ്പുരാനോട് ചോദിച്ചു. അപ്പോൾ തമ്പുരാൻ എന്നോട് ഒരു കഥ ഇങ്ങനെ ഓർപ്പിച്ചു തന്നു. ആ കഥ ഓർപ്പിച്ചു തന്നത് പണ്ട് ഞാൻ എവിടെയോ വായിച്ചു മറന്ന കഥയാണ്. ഒരു കർഷകൻ, പുള്ളിക്ക് ഒരു കൃഷിയുണ്ട്. ആ കൃഷി ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കും. കാലാവസ്ഥ അനുകൂലമാകുമ്പോൾ വിളവ് ലഭിക്കും, ചിലപ്പോൾ പ്രതികൂലമാകുമ്പോഴത്തേക്ക് അത് നശിച്ചു വീഴും, വീണ്ടും അത് വളർന്നു വരും. ഇങ്ങനെ പൊക്കോണ്ടിരിക്കുക. അദ്ദേഹത്തിന് ഒരു മടുപ്പ് വന്നു, ഞാൻ എത്ര കഷ്ടപ്പെട്ടിട്ടും അങ്ങ് ശരിയാവുന്നില്ല. അന്ന് ആവശ്യമുള്ളതെല്ലാം കിട്ടുന്നുമുണ്ട്. അപ്പോഴാണ് ഇവൻ തമ്പുരാൻ്റെ അടുത്ത്, തമ്പുരാനെ ഇത് ശരിയല്ല, നീ ഇടയ്ക്ക് മഴ പെയ്യിക്കും, ഇടയ്ക്ക് വെയിൽ വരുത്തും, ഇടയ്ക്ക് ഒരു മഞ്ഞ് വരുത്തും, ഇത് ശരിയല്ല. ഈ നല്ല മഴയുണ്ടെങ്കിലേ നല്ല വെള്ളം ഉണ്ടെങ്കിലേ ഇതെല്ലാം വളരത്തുള്ളൂ. എൻ്റെ കൃഷി വളരണമെങ്കിൽ നല്ല വെള്ളവും വളവും വേണം. അപ്പോൾ എപ്പോഴും വെള്ളവും വളവും ഉള്ള ഒരു സമയം നീ അനുവദിച്ചു തരാമോ എന്ന് ചോദിച്ചു. ഉടൻ തന്നെ കർത്താവ് ഒരു കാര്യം ചെയ്തു, ദൈവം ഒരു കാര്യം ചെയ്തു, നീ ഒരു കാര്യം ചെയ്യും, നിനക്ക് ഞാൻ ആ കഴിവ് തന്നിരിക്കുന്നു. അത് നിന്റെ കൃഷിക്ക് വേണ്ട വെള്ളവും വളവും എത്രത്തോളം കൊടുക്കണോ അത് കൊടുക്കാനുള്ള കഴിവ് ഞാൻ നിനക്ക് തന്നിരിക്കുന്നു, നീ കൊടുത്തോളാൻ പറഞ്ഞു. അതായത് കാലാവസ്ഥ കൺട്രോൾ ചെയ്യാനുള്ള കഴിവ് ഈ കർഷകന് കിട്ടുന്നു. ഈ കർഷകൻ എല്ലാ ദിവസവും സമയമാകുമ്പോൾ രാവിലെയും വൈകുന്നേരവും മഴ പെയ്യിക്കും, ആവശ്യത്തിന് വളവിടും, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യും. ഇതെല്ലാം ചെയ്ത് ഇവൻ്റെ കൃഷി നന്നായിട്ട് തഴച്ച് വളരാൻ തുടങ്ങി. മരങ്ങളൊക്കെ നല്ല വലുതാവാൻ തുടങ്ങി, ഈ ചെടികളൊക്കെ നന്നായിട്ട് വലുതാവാൻ തുടങ്ങി. ഇവനിത് കണ്ട് ഭയങ്കരമായിട്ട് സന്തോഷിച്ച്, കണ്ടില്ലേ ഞാൻ പറഞ്ഞതാണ് പോയിന്റ്, ഞാൻ വളർത്തിയതാണ് നല്ല വളർത്ത് എന്നൊക്കെ പറഞ്ഞ് തമ്പുരാൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ കണ്ണു കാണിച്ച് പുള്ളി ഇങ്ങനെ നടക്കുന്ന സമയത്ത് പ്രിയപ്പെട്ടവരെ ഒരു കൊടുങ്കാറ്റടിക്കുന്നു. ഇവൻ ചെയ്തു വെച്ച സകല കൃഷികളും തകർന്നു വീഴുകയാണ്. എല്ലാ കൃഷിയും മറ്റ മരങ്ങളും ചെടികളും എല്ലാം തകർന്നു വീഴുകയാണ്. അങ്ങനെ വീണപ്പം ഇവൻ ചെന്ന് പറഞ്ഞു, ഇത് അനീതിയാണ്, ഇതിങ്ങനെയല്ല പ്രവർത്തിക്കേണ്ടത്, അനീതിയാണ്, എൻ്റെ കൃഷി എന്തുകൊണ്ട് നശിച്ചു എന്ന് ചോദിച്ചു. നീ ശരിയാണ്, വേരും കാര്യങ്ങളൊക്കെ അതായത് നീ കാലാവസ്ഥ നിയന്ത്രിച്ചുകൊണ്ടിരിക്കുമ്പം കുറച്ചൊക്കെ കാലാവസ്ഥ ഫലം കിട്ടത്തില്ല എന്നേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ എല്ലാത്തിനും നല്ല ഉറപ്പുണ്ടായിരുന്നു, എല്ലാം നേരെ നിൽക്കുമായിരുന്നു, ഒരു കാറ്റിലും ഒരു കോളിലും അത് വീണിട്ടില്ല എന്ന് തമ്പുരാൻ്റെ അടുത്ത് പറഞ്ഞു. അതുകൊണ്ട് തമ്പുരാൻ പറഞ്ഞൊരു കാര്യമുണ്ട്, എടാ ഞാൻ കാലാവസ്ഥ നിയന്ത്രിച്ചിരുന്നപ്പോൾ ഇടയ്ക്ക് വേനൽ തന്നത് എന്തിനാണെന്ന് നിനക്കറിയാമോ? അവൻ ചോദിച്ചു, എനിക്കറിയത്തില്ല. വേനലുണ്ടെങ്കിലേ മരങ്ങളുടെ വേര് എന്ത് ചെയ്യത്തുള്ളൂ? താഴേക്ക് വളരത്തുള്ളൂ. വേനലുണ്ടെങ്കിലേ മരങ്ങളുടെ വേര് താഴേക്ക് വളരത്തുള്ളൂ. അത് കഴിഞ്ഞിട്ട് വെള്ളം കൊടുത്താലാണ് കൂടുതൽ ഫലമായിട്ടത് വളർന്നു വരുന്നത്. അപ്പൊ എപ്പം വെള്ളം കൊടുക്കണം, എപ്പം വേനൽ കൊടുക്കണം എന്നുള്ളത് കൃത്യമായിട്ട് എനിക്ക് അറിയാം. ഒരു വലിയ കുടുംബമാവുമ്പോൾ എൻ്റെ പ്രിയപ്പെട്ടവരെ, ദൈവം അനുവദിക്കുന്ന വേനലുകളും മഴകളും ആ കുടുംബത്തിൽ മക്കൾക്ക് വേരോടാൻ സഹായിക്കും. നാളെ ജീവിത യാഥാർത്ഥ്യങ്ങൾ നേരിടേണ്ടി വരുമ്പോൾ മറ്റുള്ള ഏത് മരത്തെക്കാളും സ്ട്രോങ് ആയിട്ട് അവർക്ക് നിൽക്കാൻ സാധിക്കണമെങ്കിൽ ദൈവം വളർത്തുന്ന, ദൈവം നനയ്ക്കുന്ന, ദൈവം വേലി തരുന്ന തോട്ടത്തിൽ വേണം അവര് വളരാൻ. ആ തോട്ടമാണ് ജീവന്റെ സമൃദ്ധിയുള്ള കുടുംബങ്ങൾ എന്ന് പറയുന്നത്. ആ തോട്ടത്തിൽ കുറവുണ്ടാവും. ഒരിക്കൽ ഒരു 6 മക്കളുള്ള ഒരു കുടുംബത്തിലെ മൂത്ത മകനോട് ഞാൻ ചോദിച്ചു, എടാ കൂടുതൽ മക്കളുള്ളതുകൊണ്ട് നിനക്ക് വിഷമം തോന്നിയിട്ടുണ്ടോ എപ്പോഴെങ്കിലും? ചുമ്മാ ചോദിച്ചതാ. ഞാനിങ്ങനെ ഒത്തിരി ഫീഡ്ബാക്സ് കിട്ടിയപ്പോൾ അവനോട് പേഴ്സണലായിട്ട് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, അങ്കിളെ ചിലപ്പോഴൊക്കെ തോന്നിയിട്ടുണ്ട്, പിള്ളേര് അനിയന്മാരും അനിയത്തിമാരും ഉള്ളത് കൊണ്ടല്ല എനിക്ക് വിഷമം, എൻ്റെ അപ്പനും അമ്മയും കുറച്ചും കൂടി എൻ്റെ പഠനത്തിലൊക്കെ എൻ്റെ കൂടെ ഇരുന്ന് എന്നെ പഠിപ്പിച്ചേനെ, എന്നെ കുറച്ചുകൂടി ശ്രദ്ധിച്ചേനെ എന്നൊക്കെ എനിക്ക് തോന്നിയിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പം ഞാൻ അവനോട് ചോദിച്ചു, നിനക്ക് ഇപ്പം എത്ര മാർക്കുണ്ട്? അപ്പോൾ അവൻ 100 96 97 മാർക്ക് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഇതിൽ എത്ര മാർക്ക് നിൻ്റെ അപ്പൻ്റെ അമ്മയുടെ ഉണ്ട്, നിൻ്റെ ഉണ്ടെന്ന് ചോദിച്ചു. അപ്പോൾ അവൻ പറഞ്ഞു, ഇത് ഞാൻ തന്നെ പഠിച്ചതാ. അപ്പം ഞാൻ പറഞ്ഞു, അതാണ് ദൈവത്തിൻ്റെയും ആഗ്രഹം. നിൻ്റെ അപ്പനും അമ്മയും ആഗ്രഹിക്കുന്നത് അതാണ്. നിൻ്റെ അപ്പനും അമ്മയും നിന്നെ പഠിപ്പിച്ചേനെ. നീ ഒറ്റയ്ക്ക് ഉള്ളായിരുന്നെങ്കിൽ നിനക്ക് കുറച്ച് പിള്ളേർ കുറവായിരുന്നു, നിൻ്റെ സഹോദരങ്ങൾ കുറവായിരുന്നെങ്കിൽ കൂടുതൽ സമയം ചിലപ്പോൾ നിൻ്റെ കൂടെ ഇരുന്ന് മേടിച്ചേനെ. നീ ചിലപ്പോൾ 100ൽ 99 മേടിച്ചേനെ. പക്ഷേ അതിൽ ഒരു 60 മാർക്കേ നിൻ്റെ ഉണ്ടാവത്തുള്ളൂ, ബാക്കി മാർക്ക് ആരുടെയാ? അപ്പം നമ്മൾ ആഗ്രഹിക്കുന്നത് എന്താ? നമ്മുടെ മക്കള് മിടുക്കരാവണമെന്നാണ്.
നമ്മൾ ഒരിക്കലും പിള്ളേർ ഫസ്റ്റ് ആവുന്നതിൽ കുഴപ്പമൊന്നുമില്ല, ടോപ്പ് ആവുന്നതിൽ കുഴപ്പമൊന്നുമില്ല. പക്ഷെ ആ സമ്മർദ്ദം അവർക്ക് കൊടുക്കരുത്. വിദ്യാഭ്യാസത്തിൻ്റെ ലക്ഷ്യം എന്താ? ദൈവത്തെ അറിയാന്നുള്ള, ടു ഗോഡ് ത്രൂ എഡ്യൂക്കേഷൻ. ക്ലാസിക്കൽ കാത്തലിക് എഡ്യൂക്കേഷൻ്റെ ഇതിൽ പറയുന്ന ഒരു കാര്യം വെച്ചാൽ ത്രൂ ഗോഡ്. ഞാൻ PC തോമസ് സാറിൻ്റെ അവിടെയാണ്, തൃശ്ശൂരാണ് പഠിച്ചത്. അവിടെ സാറിൻ്റെ എല്ലാ പുസ്തകത്തിൻ്റെ അടിയിൽ എഴുതി വെച്ചിരിക്കുന്ന ടു ഗോഡ് ത്രൂ എഡ്യൂക്കേഷൻ, ടു ഗോഡ് ത്രൂ എഡ്യൂക്കേഷൻ. നമ്മുടെ മക്കളെല്ലാം പഠിച്ച് സമൃദ്ധരായിട്ട് മക്കൾ ദൈവത്തെ അറിയുന്നില്ലെങ്കിൽ ആ ഒരു യുവാവുണ്ടല്ലോ, കർത്താവിൻ്റെ മുമ്പിൽ പോയി നിന്ന യുവാവുണ്ടല്ലോ, നീ സ്വർഗരാജ്യത്തിന് ഒട്ടും അകലെയല്ല. അതായത് അകത്തല്ല, സ്വർഗരാജ്യത്തിനകത്തല്ല, നീ ഇപ്പോഴും പുറത്താണ്. നിനക്ക് ഒരു കുറവുണ്ട്. ആ ഒരു കുറവിലെങ്കിലും അവർ ഉടക്കി കിടക്കാൻ സാധ്യതയുണ്ട്. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ മക്കൾ ദൈവം വളർത്തും. ആ വളർത്തുന്നുള്ള ആംബിയൻസ് നമ്മൾ ക്രിയേറ്റ് ചെയ്തെടുക്കുക. അതിന് വേണ്ടതാണ് ദൈവഭക്തി, ദൈവത്തിൽ ആശ്രയിച്ച ഒരു ജീവിതം നമുക്കുണ്ടാകുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്.